ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ അതാ കുറെ നാളായിട്ട് എനിക്ക് പേഴ്സണൽ ആയിട്ട് DM വരുന്ന കാര്യമാണ്. ചേച്ചി ഫിസിക്സ് എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഫിസിക്സ് പഠിക്കാൻ വേണ്ടി പറ്റുന്നില്ല, കൺസെപ്റ്റ് ഒന്നും മനസ്സിലാവുന്നില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ DM വരുന്നുണ്ട്. ഈ ഒരു പ്രശ്നം മെയിൻ ആയിട്ടും +1 +2 കൺസെപ്റ്റ് മനസ്സിലാക്കാതെ ഫിസിക്സ് പഠിച്ചിട്ടുള്ള കുട്ടികളായിരിക്കും. പക്ഷെ ഗവൺമെന്റ് സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം, കാരണം ഞാനൊരു ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ച കുട്ടിയാണ്. അവിടെ എങ്ങനെയാണ് മെയിൻ ആയിട്ട് ഒരു ചാപ്റ്ററിലെ കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ തരും, നമ്മളത് കാണാതെ പഠിക്കും, നമ്മൾ എക്സാം എഴുതും, പാസ്സാവും. സോ നമുക്ക് കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് സ്ട്രോങ് അല്ലായിരിക്കും. നമ്മളെ ഈ +1 +2 നമ്മൾ പാസ്സാവുന്ന പോലെയല്ല നമ്മളെ നീറ്റിന് വേണ്ടി പ്രിപ്പറേഷൻ. നീറ്റ് എന്ന് പറയുന്ന ഒരു എക്സാമില് ഫിസിക്സിനെ സംബന്ധിച്ചോളം അത് സ്ട്രോങ് ആകണമെങ്കിൽ കൺസെപ്റ്റ് നല്ല പോലെ മനസ്സിലാക്കിയിരിക്കണം. എന്നിട്ട് അതിന്റെ മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്യണം. ഇതാണ് ഫിസിക്സിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. ഇത് രണ്ടും ചെയ്തില്ല, ഈ ഒരു പാർട്ട് സൂപ്പർ അല്ലെങ്കിൽ നമുക്ക് ഫിസിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിനോട് വെറുപ്പാവും. പിന്നെ നമ്മൾ ആ ഒരു പരിസരത്തോട്ട് നമ്മൾ പോകത്തില്ല. സോ നമ്മളിപ്പോ 1 ഇയർ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്ന് പഠിച്ചാൽ പോലും അവിടെ ഈ ആദ്യം തൊട്ട് എല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പഠിപ്പിക്കത്തില്ല. അതിനുള്ള സമയമില്ല, കാരണം അവര് കൂടുതലും മാക്സിമം നമ്മളെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയായിരിക്കും നമ്മളെ പഠിപ്പിക്കുന്നത്. സോ നമ്മൾക്ക് കൺസെപ്റ്റ് സ്ട്രോങ് അല്ലേ, അത് നമ്മൾ തന്നെ പഠിക്കേണ്ട ഉത്തരവാദിത്വമായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ NCERT ബുക്ക് ഓപ്പൺ ചെയ്യും. ഈ NCERT ബുക്ക് ഓപ്പൺ ചെയ്തിട്ട് നമുക്കൊരു കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് എത്ര നേരം പഠിക്കാൻ വേണ്ടി പറ്റും? ഇല്ല, അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ നമ്മൾ അടുത്ത ലാസ്റ്റത്തെ ചോയ്സ് എന്ന് പറയുന്നത് യൂട്യൂബ് എടുക്കുക, ഫിസിക്സിന്റെ ഏതെങ്കിലും ടോപ്പിക് സെർച്ച് ചെയ്യുക, ഒരു വീഡിയോ എടുത്ത് കാണുക. ഈ വീഡിയോ കാണുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ്, വീഡിയോ കണ്ട് പഠിക്കുന്നത്. പക്ഷെ അവിടുത്തെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന മിക്ക വീഡിയോസും ഹിന്ദിയോ തമിഴോ ഒക്കെ ആയിരിക്കും. എല്ലാവർക്കും തന്നെ നമ്മൾ വീഡിയോസ് കാണുന്ന എല്ലാ മലയാളി കുട്ടികൾക്കും ഹിന്ദി അറിയണമെന്നില്ല, തമിഴ് അറിയണമെന്നില്ല. പിന്നെ എത്രയൊക്കെ വേറെ ഭാഷയിൽ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ലാംഗ്വേജില് ഒരു കാര്യം പറഞ്ഞു തരുന്ന പോലെ എന്തായാലും ആവത്തുമില്ല. അപ്പൊ ഞാനിങ്ങനെ യൂട്യൂബില് കുറെ നല്ല നല്ല വീഡിയോസ് ഫിസിക്സിന്റെ നല്ല രീതിയിൽ നമുക്ക് കൺസെപ്റ്റ് മനസ്സിലാക്കി തന്നെ കുറെ വീഡിയോസ് ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോ എനിക്ക് റാൻഡം ആയിട്ടായിരുന്നു എല്ലാ ക്ലാസ്സസിന്റെ ഒരു യൂട്യൂബ് ചാനൽ കണ്ടത്. അപ്പൊ ഞാൻ അതിലും ആദ്യമായിട്ട് കണ്ടതെന്ന് വെച്ചാൽ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്ററിലെ ഒരു പോർഷന്റെ വീഡിയോ ആയിരുന്നു ഞാൻ കണ്ടത്. അപ്പൊ ഞാൻ ആ വീഡിയോ ഇരുന്ന് കണ്ടു, കാരണം അത് മലയാള വീഡിയോ ആയതുകൊണ്ട് തന്നെ ഞാൻ അതിലിരുന്ന് വീഡിയോസ് കുറെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് നല്ലോണം ഇഷ്ടമായി. നമുക്ക് ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഏകദേശം മനസ്സിലായി എന്നല്ല, നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലായി എന്നുള്ള ഫീലിംഗ് ആണ്. സോ ഞാൻ അതിലെ കമന്റ് ബോക്സിൽ നോക്കിയപ്പോഴേക്കും നല്ല പോസിറ്റീവ് ആയിട്ടുള്ള റിവ്യൂസും കാര്യങ്ങളാണ് ഉള്ളത്. പക്ഷെ അതിനകത്ത് കുറച്ച് വീഡിയോസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവരുടെ ബയോ, അതായത് യൂട്യൂബ് ചാനലിൽ ബയോ നോക്കിയപ്പോഴേക്കും ഇവരുടെ ഒരു ആപ്പ് കണ്ടു, അതായത് ടെല്ല ക്ലാസ്സസ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ അത് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് എന്താ സംഭവം അതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് നോക്കി കഴിഞ്ഞപ്പോൾ എല്ലാ സബ്ജക്റ്റ്, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്ന് പറഞ്ഞ 3 സബ്ജക്റ്റ് ഉണ്ട്. എല്ലാ സബ്ജക്റ്റിന്റെ എല്ലാ ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഓരോ ചാപ്റ്റേഴ്സിലെ കുറെ വീഡിയോസ്, അതായത് ഓരോ ടോപ്പിക്സിന് കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഓരോ ചാപ്റ്റേഴ്സിലെ ആദ്യത്തെ 2-3 വീഡിയോസ് നമുക്ക് ഫ്രീ ആയിട്ട് കാണാം, ബാക്കി വീഡിയോസ് എന്ന് പറയുന്നത് ലോക്ക് ആയിരിക്കും. അപ്പൊ അതിൽ അവൈലബിൾ ആയിട്ടുള്ള, അതായത് ഫ്രീ ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് ഞാൻ എടുത്ത് കണ്ടു, ഫിസിക്സിന്റെ ഒക്കെ കണ്ടു. ഞാൻ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് നോക്കിയത് ഫിസിക്സ് ആണ്, കാരണം നമുക്ക് മെയിൻ ആയിട്ടും അല്ലെങ്കിൽ നമ്മളൊരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ എത്തിക്കുന്നത് നമ്മുടെ ഫിസിക്സ് തന്നെയാണ്. സോ അത് എത്രത്തോളം നമുക്ക് ഓക്കെയാണ്, അതായിരുന്നു ഞാൻ മെയിൻ ആയിട്ട് നോക്കിയത്. അടിപൊളിയായിരുന്നു. അപ്പൊ അതിനകത്ത് വേറെയും കുറെ ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു, പക്ഷെ നമ്മളത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ കാണാൻ വേണ്ടി പറ്റത്തുള്ളൂ. സബ്സ്ക്രിപ്ഷൻ ചാർജ് 1 ഇയറിന് 5000 rupees ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ട്രയൽ ആയിട്ട് കുറച്ച് വീഡിയോസ് കാണാം, ബാക്കി ഫീച്ചേഴ്സ് കാണണമെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണം. സോ എനിക്കിനി സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാര്യമില്ല, കാരണം എനിക്കിപ്പോ ഞാൻ നീറ്റിനല്ലല്ലോ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ പിന്നെ ഞാനത് വിട്ടു. അപ്പൊ ഞാൻ എന്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചു ചോദിച്ചു, കാരണം അവളുടെ സിസ്റ്റർ നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അവള് സെൽഫ് സ്റ്റഡി ആണ് ചെയ്യുന്നത്. അപ്പൊ ഞാനിങ്ങനെ അവളോട് ചോദിച്ചു, എടാ ഇങ്ങനത്തെ ഒരു ആപ്പ് വല്ലതും യൂസ് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഇന്ന് അവള് യൂസ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പൊ ഞാൻ അവളോട് ചോദിച്ചു അതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഉള്ളത്, കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ, പിന്നെ എന്റെ വീഡിയോസ് ഒന്ന് അയച്ചു തരാമെന്ന് പറഞ്ഞു. ചെറു വീഡിയോ കഴിഞ്ഞിട്ട് ആ വീഡിയോയിൽ പഠിപ്പിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെ ഒരു നോട്ട് അതിന്റെ കൂടെ ഉണ്ടാവും. കാരണം ഈ ഒരു ലെക്ചർ പ്ലസ് ഈ നോട്ട്സ്, ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് എനിക്ക് നിങ്ങളോട് പറയാൻ വേണ്ടി പറ്റും. കാരണം ഞാനിപ്പോ കറന്റ് മാരോയാണ് യൂസ് ചെയ്യുന്നത് നമ്മുടെ MBBS വേണ്ടി. അപ്പൊ MBBS നമ്മൾ പഠിക്കുന്ന സമയത്ത് ലെക്ചർ ഉണ്ടാവും, ആ ലെക്ചർ കഴിഞ്ഞിട്ട് അതിന് നോട്ട്സ് ഉണ്ടാവും. നമ്മൾ കാണുന്ന ലെക്ചർ നല്ല രീതിയിൽ കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ആയി നമ്മൾ ആ ഒരു അതേ ടോപ്പിക്സ് നമ്മൾ റിവൈസ് ചെയ്യുന്ന സമയത്ത് ഈ നോട്ട്സ് തന്നെ ധാരാളമായിരിക്കും. കാരണം ഓൾറെഡി നമുക്ക് ലെക്ചർ വീഡിയോ നല്ല രീതിയിൽ കണ്ടിട്ട് കിട്ടി. പിന്നീട് ഈ നോട്ട്സ് വായിക്കുന്ന ഇതുവരെ നമുക്കതൊരു റിവിഷൻ ആയിരിക്കും, നല്ല അടിപൊളിയായിട്ട് നമുക്ക് മനസ്സിലാകുകയും ചെയ്യും. ഒരു ഫിസിക്സിനെ സംബന്ധിച്ചോളം
അതിന്റെ നോട്ട്സ് ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞു തരാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇമ്പോർട്ടന്റ് ഫോർമുലാസ് നമുക്ക് അതിനകത്ത് ഉണ്ട്. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എനിക്ക് സമയം കളയേണ്ട ആവശ്യമില്ല. നമുക്ക് അടിപൊളിയായിട്ട് നോട്ട് നമ്മളിലുണ്ട്. അതല്ലെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് വേണേൽ കുറച്ചുകൂടെ ഷോർട്ട് ആക്കി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു നോട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് കൂടെ നമുക്ക് അതിൽ കാണുമ്പോൾ മനസ്സിലാവും. വേറൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മോഷനിന്റെ സ്ട്രേറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. അതിലെ തന്നെ ഇമ്പോർട്ടന്റ് ടോപ്പിക്സുകളെ പല പല വീഡിയോസ് ആക്കി മാറ്റുന്നുണ്ട്. ആ ഓരോ വീഡിയോസിൽ പറയുന്ന കൺസെപ്റ്റ് ഉണ്ടാവും. അതായത് ഒരു ടോപ്പിക്കിൽ ഒരു കൺസെപ്റ്റ് ഉണ്ടാവും. ആ കൺസെപ്റ്റ് നമുക്ക് എത്രത്തോളം മനസ്സിലായി എന്നൊക്കെ അറിയാൻ വേണ്ടി അത് റിലേറ്റഡ് ആയിട്ട്, ആ വീഡിയോ റിലേറ്റഡ് ആയിട്ട് നമുക്ക് കുറച്ച് എംസിക്യൂസ് ആ വീഡിയോ കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാവും. 10 മാർക്കിന് അല്ലെങ്കിൽ ഒരു 15 മാർക്കിനായിട്ട് ഒരു ചെറിയ ഒരു ടെസ്റ്റ് ഉണ്ടാവും. അപ്പൊ നമുക്ക് ആ ഒരു ടെസ്റ്റ് എഴുതി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഒരു വീഡിയോയിലെ ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് എത്രത്തോളം മനസ്സിലായിട്ടുണ്ടെന്ന് മനസ്സിലാവും. അത് മാത്രമല്ല, നമ്മൾ NCERT-ലുള്ള നമ്മുടെ ഫിസിക്സിന്റെ എല്ലാ പ്രോബ്ലംസും തന്നെ ഇവര് ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. സോ നമുക്ക് NCERT-ലെ പ്രോബ്ലംസുമായിട്ട് ഒരു നല്ലൊരു ടച്ച് കിട്ടുവാണ്. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് തോന്നത്തില്ല. കാരണം നമുക്ക് NCERT-ലെ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്താൽ തന്നെ നമ്മൾ ഏകദേശം ഒരു ഫിസിക്സിന്റെ കാര്യത്തിൽ നമ്മൾ പക്കയായി. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ടൊരു മടിയാണ് വരുന്നത്, അല്ലെ? നമുക്കൊരു ചെയ്യാൻ മടി, ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഉത്തരം കിട്ടിയില്ലേ. ഇവര് നമ്മുടെ കൂടെ ഇരുന്ന് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് നല്ലപോലെ ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് വരും. ഇവർക്ക് വീക്കിലി മൈനർ ടെസ്റ്റ്, മേജർ ടെസ്റ്റ് ഉണ്ട്. ഈ മൈനർ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്കിലി കുറച്ച് ടോപ്പിക്സ് തരും. എന്നിട്ട് ഈ ടോപ്പിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് നമുക്ക് ആ വീക്കിന്റെ എൻഡിൽ നമുക്ക് ഉണ്ടാവും. ഈ ഒരു പാറ്റേൺ, ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഞാൻ എന്റെ മുമ്പത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആ വീക്കിൽ തന്നെ ഒരു മേജർ ടെസ്റ്റ് നടക്കും. ഈ മേജർ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടോ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് നടക്കും. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പേഴ്സണൽ ആയിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിന്റെ അകത്ത് ആസ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോർഷൻ ഉണ്ട്. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അതൊരു വാട്സപ്പിലോട്ടാണ് പോകുന്നത്. സോ നമുക്ക് അവിടെ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് അതവിടെ പറയാനും വേണ്ടി പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ന് പറയുന്നത് 5,000 റുപ്പീസിനാണ് നമുക്ക് കിട്ടുന്നത്. കാരണം ഈ 5,000 ചെറിയ എമൗണ്ട് എന്നല്ല ഞാൻ പറയുന്നത്. ഒരു വർഷത്തേക്ക് 20,000 30,000 ഒക്കെ വെച്ച് സബ്സ്ക്രിപ്ഷൻ ചാർജ് ചെയ്യുന്ന പല ആപ്സ് ഉണ്ട്. സോ അതൊക്കെ വെച്ച് നോക്കുമ്പോഴേക്കും 5,000 രൂപയ്ക്ക് ഇത്രയും കാര്യങ്ങളെല്ലാം ഒരു പഠിക്കാൻ നമുക്കൊരു സോഴ്സ് കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമായിട്ട് തോന്നില്ല. ആ പൈസ കളയാൻ വയ്യ. അതുകൊണ്ടാണ് സെൽഫ് സ്റ്റഡി ചെയ്യുന്നതെന്നൊക്കെ പറയുന്നത്. സോ അവർക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു ആപ്പ് എന്ന് പറയുന്നത്. എനിക്ക് പേഴ്സണലി കണ്ട് വളരെ നല്ലൊരു വീഡിയോസ് ആയിട്ടും, കാരണം നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആകുമെന്ന് ഓർത്തിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അല്ലാതെ വെറുതെ നീ ചേച്ചി ചുമ്മാ വന്നിട്ട് പറയാൻ അങ്ങനെ ഓർക്കരുത്. നിങ്ങൾ ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ പോവാ, അതിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിൽ ഫ്രീ ആയിട്ടുള്ള കുറെ വീഡിയോസ് ഉണ്ട്. അതായത് ഓരോ ചാപ്റ്ററിലെ ട്രയൽ വീഡിയോസ് കുറെ ഉണ്ട്. ഓരോ ചാപ്റ്ററിലെ 2-3 വീഡിയോസ് ഫ്രീ ആണ്. നമ്മൾ ജസ്റ്റ് അതൊന്ന് കണ്ടു നോക്കുക. കണ്ടു നോക്കിയിട്ട് ഓക്കെ, എനിക്ക് ഓക്കെ ആയിട്ട് തോന്നുന്നുണ്ട്, നമുക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്, നല്ല രീതിയിൽ കൺസെപ്റ്റ് മനസ്സിലാകുന്നുള്ള, അങ്ങനെയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഒരു 5,000 മുടക്കി സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അതല്ല എനിക്ക് തോന്നുന്നില്ല, യൂസ്ഫുൾ ആയിട്ട് തോന്നില്ല, എങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട, അത്രേ ഉള്ളൂ. അപ്പം ഒരിക്കലും ഇത് നിങ്ങൾക്കൊരു പൈസ നഷ്ടം വരുത്തുന്ന ഒരു കാര്യമൊന്നുമല്ല. കുറെ കുട്ടികൾ നമുക്ക് ഫിസിക്സ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് ചോദിക്കുന്നുണ്ട്. ഹാൻഡിൽ ചെയ്യണമെങ്കിൽ മെയിൻ ആയിട്ടും നമ്മുടെ ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് കൺസെപ്റ്റ്, അത് മനസ്സിലാക്കിയാലേ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടി വരും. പ്രോബ്ലംസ് ചെയ്താലേ നമുക്ക് ടൈം മാനേജ്മെന്റ് ചെയ്തിട്ട് പ്രോബ്ലംസ് ചെയ്ത് പഠിക്കാൻ വേണ്ടി പറ്റുള്ളൂ. സോ ആദ്യം നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാക്കാം. ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ ലാംഗ്വേജിലായിട്ട് നല്ലൊരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ വന്നിട്ട് പറയുന്നത്. സോ ഞാൻ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ആപ്പിന്റെ ലിങ്കും പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ അത് ചോദിക്കാൻ വേണ്ടി ഉള്ളൊരു കോൺടാക്ട് നമ്പർ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇതിന്റെ പിൻ ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് കണ്ടു നോക്കുക. എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയാം. അപ്പൊ അത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.